നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ ഇടത്തോട്ട് പോയാൽ നമുക്ക് നേരെയാണ് പോകേണ്ടത്. കാരണം ബൈ റോഡ് പിടിച്ചാൽ നമുക്ക് പോകാൻ പറ്റൂ. അങ്ങനെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ റോഡ് നേരെ നീണ്ടു തുറന്ന് കിടക്കുന്നു. നമ്മൾ എക്സ്പ്രസ് വേയുടെ അടിയിലൂടെ അങ്ങനെ പോകണം. അല്ലാത്തവർ നാഗ്പൂർക്ക് പോകേണ്ടവർ ഇടത്തോട്ട് പിടിച്ച് അതിൻ്റെ ബൈ റോഡ് വഴിയാണ് പോകേണ്ടത്. അകലെ നിന്ന് നമുക്ക് എക്സ്പ്രസ് ഹൈവേ കാണാൻ പറ്റും. എക്സ്പ്രസ് വേയിൽ നിന്ന് കയറി ഇറങ്ങി വരുന്ന ബൈ റോഡാണ് കേട്ടോ ഇതുണ്ടോ. എക്സ്പ്രസ് വേയിലൂടെ വണ്ടികളൊക്കെ പാഞ്ഞു പോകുന്നത് കാണാം. ഇത് അതിൽ നിന്നും കയറി ഇറങ്ങിപ്പോകുന്ന റോഡാണ്. ഇത് കഴിഞ്ഞ് വല്ല പെട്രോൾ പമ്പും കാണും എന്നുള്ള പ്രതീക്ഷ പോവാണ്. കേരള സേ കശ്മീർ സൈക്കിൾ. വഴി പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം നടത്തി പിടിക്കണം. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ ലാസൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റ് 7 മണിയാകുമ്പോഴത്തേനും അടയ്ക്കും. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. നമ്മൾ യാത്ര ചെയ്ത് യെല്ലോറായിൽ എത്തിയിട്ടുണ്ട്. യെല്ലോറായിലെ ഗുഹയിലേക്ക് പോകാനുള്ള ഏരിയ ആണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഈ ഗ്യാപ്പിൽ കൂടെ സൈക്കിൾ ഇങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ ഇവിടുത്തെ ബായി ഉണ്ടായിരുന്നു. ബായി പറഞ്ഞ് കുഴപ്പമില്ല, ഞാനിവിടെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബായും കൂടി ചേർന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്ത് മാറ്റിയിട്ട് പതിയെ ഇത് ഉള്ളിലോട്ട് കയറ്റി. അപ്പോൾ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇരുട്ടാണ് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടാണ് പോയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കി അന്നേരം വിളിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളൊരു ഇക്കയാണ്. അപ്പോൾ ഇക്കായുടെയാണ് ഈ ഷോപ്പ്. നേരത്തെ ഒരു ഹോട്ടലായിരുന്നു. ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ. അതോടൊപ്പം തന്നെ ഈ ഫ്രീസർ വർക്കിംഗ് അല്ല. അതുകൊണ്ട് എന്നോട് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ശരി, നമ്മൾ ഇന്നിവിടെ കൂടുവാണ്. നാളെ ഇവിടെ സൈക്കിൾ വെച്ചിട്ട് നടന്നു പോയി എല്ലാവരുടെ കേസൊക്കെ കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുരങ്ങൻ്റെ ശല്യമുണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറക്കിയാൽ. ഹലോ, നമസ്കാരം. ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് മനോഹരമായ ആ ഒരു പഴയ നിർമ്മിതി, ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ഗുഹാക്ഷേത്രത്തിലാണ്. മറ്റെങ്ങുമല്ല, അജന്ത എല്ലോറ കേവ്സിൻ്റെ എൻട്രൻസിലാണ് ഞാനുള്ളത്. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ക്യാഷാണ്, അല്ലാതെ നമുക്ക് ഗൂഗിൾ പേയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 7:30 മണി ആയതേ ഉള്ളൂ. ഇവിടെ 6 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ആകുന്നത്. അതിനുശേഷം ടിക്കറ്റ് എടുത്ത് നമുക്ക് ടോക്കൺ തരും. ടോക്കൺ അനുസരിച്ച് ഉള്ളിലേക്ക് പോയി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പുസ്തകത്തിൽ പഠിച്ച ആ ഒരു യെല്ലോറ കേവ്സ്, ജീവിതത്തിലെ പല കാഴ്ചകളും കാണാൻ വേണ്ടിയുള്ള യാത്രയിൽ നമ്മൾ ഇപ്പോൾ യെല്ലോറ കേവ്സിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിച്ച ആ 8ാം ക്ലാസ്സിൽ വെച്ചാണ് ആ വലിയ പുസ്തകം, നീളവും വീതിയും കൂടിയ പുസ്തകം എൻ്റെയൊക്കെ കാലത്ത് തുടങ്ങുന്നത്. ആ സമയത്ത് ഉള്ള ആ കേവ്സിൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ട് അതിശയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ അതിശയകരമായ കാഴ്ചകൾ കാണുവാനായിട്ട് ഞാനിപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണ്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ടൊക്കെ കോടമഞ്ഞുണ്ട്. ഈ വഴിയാണ് ആദ്യമേ ഫസ്റ്റ് കേവിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ
ഈ വലിയൊരു മലയുടെ അടിവാരം മുഴുവൻ കേവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ ഒരു ഗുഹാമനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി, ഗുഹാമനുഷ്യരുടെ ജീവിതത്തിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞുള്ള രീതിയാണ്. കാരണം ശില്പങ്ങളൊക്കെ നല്ല രീതിയിൽ കൊത്തുന്ന ഒരു കാലത്താണ് ബുദ്ധമതം, ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ജൈനമതം ഇത്രയും പോപ്പുലർ അല്ലെങ്കിലും ബുദ്ധമതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലറായതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ആ യെല്ലോറ കേവ്സിൻ്റെ സമീപത്താണ്. ഇതാ കണ്ടോ, വളരെ മനോഹരമായൊരു നിർമ്മിതി. 34 കേവുകളാണ് ഇവിടെയുള്ളത്. അതിലൊന്നാമത്തെ കേവിൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ മലയെ തുരന്ന്, ഒരു മലയുടെ സൈഡ് മുഴുവൻ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കേവുകളാണ്. ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കേവുകളാണിത്. BC 2ാം സെഞ്ചുറിക്കും AD 6ാം സെഞ്ചുറിക്കും ഇടയിലാണ് ഈ കേവുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ബുദ്ധമതം കൂടുതലായിട്ടും പ്രചരിക്കുകയുണ്ടായത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം നമ്മൾ ഒന്നാമത്തെ കേവിൻ്റെ അടുത്താണുള്ളത്. ഇതാണ് ഒന്നാമത്തെ കേവ്. അപ്പോൾ ഒരു കേവിൻ്റെ ഒരു വലിയ ഗുഹകളുടെ ഒരു വലിയ കോംപ്ലക്സാണിത്. ഒരു മലയുടെ സൈഡ് മുഴുവൻ ഗുഹകൾ തന്നെയാണ്, അങ്ങ് അകലെ വരെ. അതിനുള്ളിലാണ് വലിയൊരു ക്ഷേത്രമുള്ളത്. ഇതാണ് കേവ് നമ്പർ 1 എന്നുള്ള ബോർഡുള്ളത്. ഇവിടെ തന്നെ നമുക്ക് ഒരു കുളം, ഒരു വെള്ളത്തിൻ്റെ ശേഖരം കാണാൻ പറ്റും. ശുദ്ധജലമാണ്. അതോടൊപ്പം തന്നെ ഈ കേവിനുള്ളിലേക്കുള്ള പാതയാണിത്. ചെറിയ രീതിയിലൊക്കെ പൊട്ടി തകർന്നിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ സംരക്ഷിച്ചു വരുന്നു. ചതുരത്തിലുള്ള കെട്ടുകളാണ്, കരിങ്കല്ലിൻ്റെ കൊത്തുകളാണ് ഇതിലുള്ളത്. ഇതുണ്ടോ, ഇതൊക്കെ സിമെൻ്റ് അടിച്ച് ആ രീതിയിലാക്കി നിർത്തിയിരിക്കുന്നതാണ്. പലതും നശിച്ചു പോയതാണ്, അവയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ധാരാളം മുറികളുള്ള ഒരു സ്ഥലമാണിത്. ഇതുണ്ടോ, മുഴുവൻ ധാരാളം മുറികളുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഈ ഹുക്കുകളൊക്കെ വെച്ച് ഡോറ് പോലെയൊക്കെ നിർമ്മിച്ചിരുന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെ തുളകളൊക്കെ ഇട്ട് ഹോള് പോലെയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്ന വല്ല കതക് പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൽ അവർ സെറ്റ് ചെയ്തിരുന്നിരിക്കണം. അപ്പോഴത്തെ ഈ മുറി മാത്രമേ ഉള്ളൂ നമുക്ക് വെട്ടമടിച്ച് കാണാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടോ, വലിയ റൂമാണ് കേട്ടോ. ഒരു 10-8ൻ്റെ ഒരു റൂമാണ് അകത്ത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മലയാണ് എൻ്റെ മുകളിൽ നിൽക്കുന്നത് കേട്ടോ. ഒരു മലയുടെ ഒരു വലിയ ഹാളാണ്. ഒരു പിടുത്തം നോക്കി, ഒരു പിടുത്തവും ഇല്ല, നേരെ നിൽക്കുകയാണ് ഇത്രയും ദൂരത്തിലേക്ക്. അപ്പോൾ അത്രയും വലിയൊരു മലയെ താങ്ങി നിർത്തുന്ന ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കി. സമ്മതിക്കണം അല്ലേ? ഇതുണ്ടോ, ഇത്രയും വലിയൊരു മല ഒരു ഹാളായിട്ട് നിൽക്കുകയാണ്. ഒരു ഭീമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു മല ഫുള്ളായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ തന്നെ അവർ വിളക്ക് കത്തിച്ച് വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ നിർമ്മിതിയൊക്കെ ഇവിടെ കാണാം. ഇതിലൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്ന ഇതൊക്കെ പൊട്ടി നിൽക്കുകയാണ് കേട്ടോ. അതിന് ശേഷം മണ്ണടിച്ച് കയറ്റിയിരിക്കുന്നതാണ്. സിമെൻ്റ് അടിച്ച് കയറ്റിയിരിക്കുന്നതാണ്. ഇതൊക്കെ പിൽക്കാലത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ചെയ്ത് പില്ലർ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നതാണ്. കല്ല് പോലെ ആക്കിയെന്നേ ഉള്ളൂ. പകുതിയും നശിച്ചതാണ്. ഇതെല്ലാം പില്ലർ അടിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോഴത്തേ ഇതാണ് കേവ് നമ്പർ 2. അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 2 ദ്വാരപാലകർ നിൽക്കുന്നത് കാണാം. 2 ദ്വാരപാലകർ. അതോടൊപ്പം തന്നെ ശ്രീബുദ്ധൻ്റെ വിവിധങ്ങളായ പൊസിഷനുകളിലുള്ള ശില്പങ്ങളാണ് കൂടുതലും ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം അതുതന്നെയാണ്. ശ്രീബുദ്ധൻ്റെ ഒരൊറ്റ ശില്പം മാത്രം. അതിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം അതുതന്നെയാണ്. ഈ ചെറിയ സ്ഥലത്തൊക്കെ അവർ എത്ര മനോഹരമായിട്ടാണ് അത് കൃത്യമായിട്ടുള്ള കണക്കുകളിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കി.
അന്നത്തെ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യം ഭയങ്കരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. 27 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള ഒരു മൊണാസ്ട്രി. അതിൻ്റെ ഉള്ളിലെ ശില്പങ്ങൾ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ വാതിലിൻ്റെ അവിടെ സമീപത്തൊക്കെ ആ ബുദ്ധപ്രതിമയും അവരുടെ അതിനോടനുബന്ധിച്ചുള്ള ദ്വാരപാലകരും ഒക്കെ നിൽക്കുന്നത് കാണാം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, ബുദ്ധൻ്റെ വിവിധ രീതിയിലുള്ള ധ്യാനത്തിലിരിക്കുന്ന വിവിധ രൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ കല്ലിലെ കൊത്തുപണികൾ കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. വെട്ടം കുറവാണ്, അതുകൊണ്ടാണ്. ഇതുണ്ടോ, കൊത്തുപണിയുടെ ഒരു വലിയ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദ്വാരപാലകരുടെ ഒരു 2 ശില്പങ്ങൾ. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ്. ഇതിനുള്ളിൽ വലിയൊരു ബുദ്ധപ്രതിമയാണ്. പക്ഷേ ഇത് നമുക്ക് ലൈറ്റ് കുറവായതുകൊണ്ട് കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനുള്ളിലും ഒരു ക്ഷേത്രമാണ്. ഇവിടെയും അങ്ങേ വശത്ത് കണ്ട പോലെ തന്നെ ഉള്ള ശില്പങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. 1ാമത്തെ കേവ് മുതൽ 6ാമത്തെ കേവ് വരെ 5ാമത്തെ കേവിൻ്റെ 6ാമത്തെ കേവിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. അപ്പോഴത്തെ ഇതാണ് കേവിൻ്റെ ഒരു കാഴ്ച. ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മനോഹരമായൊരു വെള്ളച്ചാട്ടം. ആ ഒരു പാറ അതുപോലെ തന്നെ കൊത്തി നിർത്തിയിരിക്കുന്നതാണ്. അതിന് മുകളിലൂടെ ആ വെള്ളം താഴേക്ക് വലിയ വെള്ളച്ചാട്ടമായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 1 മുതൽ 6 വരെയുള്ള കേവുകളുടെ ഒരു കാഴ്ചയാണ്. അങ്ങകലെയാണ് 1ാമത്തെ കേവ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ 6 കേവുകൾ പല ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഒരേ രീതിയിലാണ് നിർമ്മാണ രീതി. അപ്പോൾ ഈ നടകൾ കയറി വേണം 6ാമത്തെ കേവിൻ്റെ സമീപത്തേക്ക് എത്താൻ. ഇത് വലിയൊരു ഹാളാണ് കേട്ടോ, വലിയൊരു ഹാളാണ്. നല്ല നീളത്തിലുള്ളൊരു ഹാള്, ഒരുപാട് തൂണുകളൊക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ഹാള്. അതിൻ്റെ സമീപം തന്നെ അതിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. മുറികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ധാരാളം മുറികളുള്ള ഒരു വലിയ ഹാളാണ്. ഇതിൻ്റെയൊക്കെ നിർമ്മാണം ഭയങ്കരം തന്നെ. കയറി വരുമ്പോഴേ ഒരു കല്ലിൻ്റെ മുകളിലിരിക്കുന്ന ബുദ്ധപ്രതിമയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇപ്പം അരച്ചു കെട്ടി വീണേ, മറ്റൊന്നുമല്ല, ഈ കല്ലെല്ലാം വെള്ളം വീണ് കുഴിയും തടവുമായിട്ട് നിൽക്കുകയാണ്. ഇവിടെയും ഒരു ബുദ്ധപ്രതിമ, ഇവിടെയും ഒരു ബുദ്ധപ്രതിമ. അപ്പോഴത്തെ ഇവിടെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തലവല്ലി താഴെ കിടക്കും. അവിടുന്ന് വെട്ടം വരുന്നുണ്ട്, ഭയങ്കരം. അത്രയ്ക്ക് വലിയ വെട്ടമാണ് വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേനും വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള ഇത് കേവ് 5 കേട്ടോ. ഞാൻ മുമ്പേ 6 എന്നാണ് പറഞ്ഞത്. 36 മീറ്ററാണ്, 53 മീറ്ററാണ് അതിൻ്റെ നീളം. അതോടൊപ്പം തന്നെ 36 മീറ്ററാണ് വീതി. ഇതാണ് കേവ് 6. കേവ് 6 ഒരു ഓപ്പൺ കേവാണ്. ഇവിടുന്ന്
പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റടിക്കില്ല എന്നുള്ളതാണ്. ഇതിനുള്ളിലേക്ക് കാറ്റടിക്കില്ല. ഇതിൻ്റെ അങ്ങേ ചെരുവിലാണ് കാറ്റടിക്കുന്നത്. അത് നോക്കിയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലും ഒരു വലിയ ബുദ്ധപ്രതിമയാണ്. ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ. കുത്തി ഉണ്ടാക്കിയവരെ സമ്മതിക്കണം കേട്ടോ. ഇവിടെയെല്ലാം ധാരാളം ശില്പങ്ങളുണ്ട്. അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു രീതിയിലുള്ള ശില്പങ്ങളാണ്. ശില്പങ്ങളാൽ നിറഞ്ഞ എല്ലോറ കേവ്സ് കണ്ടു തീർക്കാൻ ദിവസങ്ങൾ വേണം കേട്ടോ. ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ വന്നാൽ. അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. ഇതിലെ പോയാൽ ഇത്രയും ഭാഗത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ പിന്നീട് സിമെൻറ്റ് വെച്ച് അടച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഇതാണ് ഈ ഭൂപ്രകൃതി. അവിടെ നിന്ന് ഇവിടം വരെ ഒരു സെക്ഷനാണ്. ഞാനിപ്പോൾ കയറിപ്പോയ 2ാം നിലയിലെ കേവിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം കൊത്തുപണികളോട് കൂടിയതാണ്, ശില്പങ്ങൾ. അപ്പോൾ ബുദ്ധിസ്റ്റ് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. ഇവിടെയൊക്കെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഭാഗത്തൊക്കെ. ചിലതൊക്കെ മാഞ്ഞും പൊടിഞ്ഞും ഒക്കെ പോയി. ഇത് 8ാമത്തെ കേവാണ്. എല്ലാ കേവിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴും ബുദ്ധനെ കാണത്തക്ക രീതിയിലൊരു ശില്പം കാണും. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ജയ് ഹിന്ദ്.